ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഇതിന് ആവശ്യമായ സാധനങ്ങൾ: കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 250 ഗ്രാം ബീഫ്, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് ചുവന്നുള്ളിയും സവാളയും അരിഞ്ഞത്, ഒരു വലിയ സവാളയാണ് അരിഞ്ഞിരിക്കുന്നത്, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ചൂടായുള്ള പാനിലോട്ട് എണ്ണ എടുത്തൊഴിച്ച് അതിനുശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും പൊടികളെടുത്ത് ചൂടാക്കിയെടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെയാണ് ചൂടാക്കിയെടുക്കേണ്ടത്. ഏകദേശം നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് മൂത്തിട്ടുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ അതിനുശേഷം എടുത്ത് മാറ്റി വെക്കുക. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഇതിനുശേഷം ഒരു കുക്കർ എടുത്ത് വെക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് എടുത്തിടുക. ബീഫിന് മുകളിലേക്കായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കി വെക്കുക ഒന്ന്. അതിനുശേഷം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചൂടായിട്ടുള്ള നമ്മുടെ കറിപ്പൊടികളുടെ മിശ്രിതം ചേർക്കാം. ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ചേർക്കുക. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ബീഫിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അത് ചെയ്യുമ്പോൾ ബീഫിന് നല്ലൊരു ടേസ്റ്റ് വരും. പച്ച വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നന്നായിട്ട് ബീഫിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് ചേർക്കുക. അതിനുശേഷം ബീഫിന്റെ അതേ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. എല്ലായിടത്തും വരുന്നത് പോലെ വേണം ഇളക്കാൻ. ഇതിനുശേഷം നന്നായി ലെവൽ ചെയ്തതിനു ശേഷം കുക്കർ അടച്ചു വെക്കുക. കുക്കർ അടച്ചു വെച്ച് നന്നായി വേവിക്കുക. ഒരു 4 മുതൽ 6 വിസിൽ വരെ വേണ്ടിവരും സാധാരണ ഒരു ബീഫ് വേവാൻ വേണ്ടിയിട്ട്. അത് സിമ്മിലിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ബീഫ് വെന്തിരിക്കുകയാണ്. കുക്കർ തുറന്നു നോക്കുമ്പോൾ തന്നെ നന്നായി വെന്ത ബീഫിന്റെ ഒരു നല്ല മണം വരുന്നതാണ്. ഇങ്ങനെയായിരിക്കും കറി ഇരിക്കുക. ഇതിനുശേഷം വേണമെങ്കിൽ കറി ഒന്നുകൂടി തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലായി കുറച്ച് കുരുമുളക് പൊടി നമുക്ക് വിതറാവുന്നതാണ്. അപ്പോൾ ഒരു ഫ്ലേവറും നല്ല മണവും വരുന്നതാണ്. അപ്പോൾ ഇതിനുശേഷം എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് ചൂടുള്ള ഇപ്പോൾ വെന്തേക്കുന്ന ചോറെടുക്കുക. നമ്മുടെ തിളച്ചിരിക്കുന്ന ബീഫ് കറി അതിൻ്റെ സൈഡിലോട്ട് ഒഴിക്കുക. നന്നായി കഴിക്കുക. അപ്പോൾ ഹാവ് എ ഗുഡ് മീൽ ഓൾ. ബൈ ബൈ.